നമസ്തേ. നമ്മളിന്ന് രണ്ട് അഭിവാദനങ്ങൾ എന്ന് പറയുന്ന ലേഖനമാണ് ചർച്ച ചെയ്യുന്നത് കേട്ടോ. രണ്ട് അഭിവാദനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ധർമ്മപുത്രരുടെ അഭിവാദനവും മറ്റൊന്ന് കർണൻ്റെ അഭിവാദനവും. രണ്ട് അഭിവാദനങ്ങളും ഭീഷ്മരുടെ നേർക്കുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങളെക്കുറിച്ചാണ് അല്ലെങ്കിൽ അതിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് കുട്ടിക്കൃഷ്ണമാരാർ ചർച്ച ചെയ്യുന്നത്. നമ്മൾ പറയുമല്ലോ കുട്ടിക്കൃഷ്ണമാരാരുടെ മാനസപുത്രനാണ് കർണൻ എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കർണൻ്റെ മഹത്വത്തെ ഒന്ന് എടുത്തു കാട്ടുന്നതിന് വേണ്ടി കൂടി ഈ ലേഖനം അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. സൂര്യൻ ഉദിച്ചു. ഇന്നാണ് ചിരപ്രതീക്ഷിതമായ മഹാഭാരത യുദ്ധം തുടങ്ങുന്നത്. കുരുക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്ത് ഭീഷ്മ പിതാമഹൻ്റെ സൈന്യാധിപത്യത്തിൽ കൗരവരുടെ 11 അക്ഷൗഹിണിപ്പടയും പടിഞ്ഞാറ് വശത്ത് ദൃഷ്ടദ്യുമ്നൻ്റെ സേനാധിപത്യത്തിൽ പാണ്ഡവരുടെ 7 അക്ഷൗഹിണിപ്പടയും തിരയടിച്ച് തുള്ളുന്ന കടലുകൾ പോലെ ശസ്ത്രാസ്ത്ര പ്രയോഗങ്ങൾക്ക് വെമ്പിക്കൊണ്ട് നേർക്ക് നേരെ നിരന്നു നിൽക്കുന്നു. പെരുമ്പറ കൊട്ടും ശംഖുവിളികളും ആനകളുടെ ചിഹ്നം വിളിയും കുതിരകളുടെ ചിനയ്ക്കലും അറ്റത്ത് കുടമണി കെട്ടിത്തൂക്കിയ ഉയർന്ന തേർക്കൊടിമരങ്ങളിൽ നിന്ന് കാറ്റടിക്കുമ്പോൾ കരിമ്പനക്കാട്ടിൽ നിന്നെന്ന പോലെ പുറപ്പെടുന്ന ഛണഛണൽക്കാരവും കൊണ്ട് ആകാശമണ്ഡലം മുഖരിതമായി. പെട്ടെന്നതാ യുധിഷ്ഠിരൻ ആയുധം വെച്ച് കവചമഴിച്ച് തേരിൽ നിന്നിറങ്ങി മിണ്ടാതെ ഭീഷ്മരെ നോക്കി തൊഴുതും കൊണ്ട് കിഴക്കോട്ട് ശത്രുസേനയുടെ നേർക്ക് കാൽനടയായി പോകുന്നു. അത് കണ്ട് മറ്റ് പാണ്ഡവന്മാരും കൃഷ്ണനും ഇറങ്ങിച്ചെന്ന് അദ്ദേഹത്തെ പിന്തുടർന്നു. എന്താണീ കാട്ടിക്കൂട്ടുന്നത് ജ്യേഷ്ഠൻ? എങ്ങോട്ടാണീ പോകുന്നത് എന്ന് അനുജന്മാരോരോരുത്തരും കയറി ചോദിച്ചു. യുധിഷ്ഠിരൻ മറുപടിയൊന്നും പറയാതെ നടക്കുക തന്നെ. ഭഗവാൻ കൃഷ്ണൻ കാര്യം മനസ്സിലാക്കി ഭീമാദികളോട് പറഞ്ഞു. ഇദ്ദേഹം ഭീഷ്മരോടും മറ്റു ഗുരുജനങ്ങളോടും വിട വാങ്ങിച്ചിട്ട് വേണം യുദ്ധം തുടങ്ങാൻ എന്ന് വെച്ച് പോവുകയാണ്. ആ വിധം ചെയ്താലേ ഗുരുശാപമേൽക്കാതെ ജയിക്കാൻ കഴിയൂ എന്നാണ് ശാസ്ത്രം. യുധിഷ്ഠിരൻ്റെ ആ വരവ് കണ്ടിട്ട് കൗരവ സൈന്യങ്ങൾക്കിടയിൽ വലിയ കൂക്കും വിളിയുമായി. ഭയന്ന് വരികയാണെന്ന് അവർ വിചാരിച്ചു. ആ ക്ഷത്രിയന്മാർ പറഞ്ഞു, കുലം കെടുത്തുന്ന ഇയാൾ യുദ്ധം ചെയ്യാൻ ആളല്ല. തീർച്ചയായും പേടിപ്പിച്ച് അനുജന്മാരോടുകൂടി ഭീഷ്മരോട് ശരണയാചിപ്പാൻ വരികയാണ്. ആ ഭീഷ്മാർജുനാദികളൊക്കെ ഉണ്ടായിട്ടും ഇയാൾക്ക് പേടി പിടിച്ചുവല്ലോ. ഇയാൾ ക്ഷത്രിയ കുലത്തിൽ ജനിച്ചവനല്ല തീർച്ച. അവർ കൗരവരെ പ്രശംസിച്ചുകൊണ്ട് വസ്ത്രം വീശി യുധിഷ്ഠിരൻ വന്നെടുക്കും തോറും ആ കലമ്പൽ നിലച്ചു. യുധിഷ്ഠിരനകത്തെ അനുജന്മാരാലും കൃഷ്ണനാലും ചൂഴപ്പെട്ട് ശരശക്തി സമാകുലമായ ശത്രുസേനയിൽ കയറി നടന്ന് ഭീഷ്മരുടെ അടുക്കൽ ചെന്നു. അദ്ദേഹത്തിൻ്റെ കാൽ പിടിച്ചു പറഞ്ഞു, താതാ, ദുർധർഷരായ അങ്ങയോട് ഞാൻ യുദ്ധം ചെയ്യുവാൻ തുടങ്ങുന്നത് അനുവദിച്ചാലും ഒരിക്കലും തോൽപ്പിക്കാൻ സാധിക്കാത്ത അങ്ങയോട് ഞാൻ യുദ്ധം ചെയ്യാൻ തുടങ്ങുന്നതിന് എന്നെ അനുവദിച്ചാലും എന്നെ ആശീർവദിച്ചാലും. രാജാവേ, നന്നായി, ഭീഷ്മർ പറഞ്ഞു. നീ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ തോൽക്കാൻ ശപിച്ചേനെ. മകനെ, യുദ്ധം ചെയ്തു കൊള്ളുക, ജയം നേടുമാറാകുക, വരം വല്ലതും വരിച്ചു കൊള്ളുക. മനുഷ്യൻ ധനത്തിൻ്റെ അല്ലാതെ ധനം മനുഷ്യൻ്റെ ദാസനല്ല. ഞാൻ ധനം മൂലം കൗരവരോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് അദ്ദേഹം പല സന്ദർഭത്തിൽ പറയുന്നുണ്ട്. പിന്നെ യാജ്ഞസേനി, നമ്മുടെ പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് പാഞ്ചാലി ധർമ്മത്തിൻ്റെ കാര്യം ചോദിക്കുമ്പോഴും ഭീഷ്മർക്ക് മറുപടി പറയാൻ പറ്റാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അധികാരത്താലും ധനത്താലും നിയന്ത്രിക്കപ്പെട്ട ആളായിപ്പോയി ഭീഷ്മർ. അതുകൊണ്ടാണ് ധനം മൂലം കൗരവരോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ക്ലീബനെ പോലെ സംസാരിക്കുന്നത്. പൗരുഷമില്ലാതെ ആണും പെണ്ണും അല്ലാത്ത വിധത്തിൽ എനിക്ക് സംസാരിക്കേണ്ടി വരുന്നത്, ഉത്തരം പറയാതിരിക്കേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ്. മഹാപ്രാജ്ഞ, അങ്ങ് എപ്പോഴും എനിക്ക് വേണ്ടി സംസാരിക്കുക, കൗരവർക്ക് വേണ്ടി യുദ്ധവും ചെയ്യുക. ഇതാണ് എൻ്റെ വരം. രാജാവേ, ഞാൻ എന്താണ് നിന്നെ സഹായിക്കേണ്ടത്? പറയാൻ കരുതിയത് പറയൂ. യുദ്ധത്തിൽ ഞാൻ എങ്ങനെയാണ് അങ്ങയെ ജയിക്കുക? അത് പറഞ്ഞു തന്നാൽ കൊള്ളാം. ശ്രേയസ്സാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ. അങ്ങനെ ഒരാളെ ഞാൻ കാണുന്നില്ല എന്നെ ജയിക്കാൻ പോകുന്നവനായിട്ട്. അപ്പോൾ ഭീഷ്മരോട് ധർമ്മപുത്രർ ചോദിക്കുകയാണ്, എനിക്ക് ഒറ്റ വരം മാത്രമേ വേണ്ടൂ, യുദ്ധത്തിൽ എങ്ങനെ അങ്ങയെ ജയിക്കണം എന്ന് മാത്രം എനിക്ക് പറഞ്ഞു തന്നാൽ മതി. അപ്പോൾ അങ്ങനെ ഒരാളെ ഞാൻ കാണുന്നില്ല എന്നാണ് ഭീഷ്മർ പറയുന്നത്, എന്നെ ജയിക്കാൻ പോകുന്നവനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, പിതാമഹ, അങ്ങയെ ജയിക്കാൻ എന്താണ് വഴി? ആട്ടെ, എനിക്കിപ്പോൾ മൃത്യുകാലമായില്ല, പിന്നെ വരൂ. യുധിഷ്ഠിരൻ ആ വാക്യവും സ്വീകരിച്ച് വീണ്ടും അഭിവാദ്യം ചെയ്ത് വഴിയെ ദ്രോണരുടെയും കൃപരുടെയും ശല്യരുടെയും അടുക്കൽ ചെന്ന് അവിടങ്ങളിലും ഇതേ അഭിവാദ്യവും ആശീർവാദവും എല്ലാം നടന്നു. ഇതിനിടയിൽ കൃഷ്ണൻ കർണൻ്റെ അടുക്കൽ ചെന്ന് പാണ്ഡവർക്ക് വേണ്ടി പറഞ്ഞു.
കർണ, ഞാൻ കേൾക്കുകയുണ്ടായി താങ്കൾ ഭീഷ്മരോടുള്ള വിരോധം കാരണം യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണെന്ന്. ഭീഷ്മരെ ഉള്ള യുദ്ധത്തിൽ താൻ പങ്കെടുക്കില്ല എന്ന് വെച്ചിട്ട് ഭീഷ്മർ എപ്പോഴും കർണനെ ചീത്ത പറയും. അതുകൊണ്ടാണ്. എന്നാൽ എങ്കിൽ ഭീഷ്മർ മരിക്കുന്നത് വരെ ഞങ്ങളുടെ പങ്കിൽ ചേരൂ. ഭീഷ്മർ മരിച്ചാൽ വേണമെങ്കിൽ താങ്കൾക്ക് ദുര്യോധനെ സഹായിക്കാം. ഭീഷ്മർ മരിക്കുന്നവരെ ഞങ്ങളുടെ കൂടെ നിൽക്കാനാണ് കർണനോട് കൃഷ്ണൻ പറയുന്നത്. കർണൻ പറഞ്ഞു, കേശവ, ഞാൻ ദുര്യോധനെ അപ്രിയമായിട്ട് ഒന്നും ചെയ്യുകയില്ല. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാണൻ ഒഴിഞ്ഞു വെച്ചവനാണ്. അത് കേട്ട് കൃഷ്ണൻ പാണ്ഡവരോടുകൂടി മടങ്ങിപ്പോന്നു. മടക്കത്തിൽ ഇരു സൈന്യങ്ങളുടെ ഒത്ത നടുക്കെത്തിയപ്പോൾ യുധിഷ്ഠിരൻ ഒന്ന് നിന്ന് വിളിച്ചു പറഞ്ഞു, ഞങ്ങളോട് ചേരാമെന്നുള്ള ആരോടും ഞങ്ങളെ സഹായിക്കാൻ അപേക്ഷിക്കുന്നു. അതായത് ഇനിയും ഞങ്ങളോടൊപ്പം ചേരണമെന്ന ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളോടൊപ്പം വരാൻ പറയുകയാണ് യുധിഷ്ഠിരൻ. അവസാന നിമിഷം അവരെ ക്ഷണിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ കൗരവപക്ഷത്ത് നിന്ന് യുൽസു എന്ന് പറയുന്നത് പിന്നെ കൗരവരെ ഗർഭം ധരിച്ചിരിക്കുന്ന ഗാന്ധാരി വയർ വീർത്ത് വലയുകയാൽ മഹാബാഹുവായ ധൃതരാഷ്ട്രരെ ഒരു വേശ്യയാണ് പരിചരിച്ചിരുന്നത്. ഗാന്ധാരിക്ക് ഗർഭാവസ്ഥയിൽ ധൃതരാഷ്ട്രരെ പരിചരിക്കാൻ വയ്യാത്തത് കൊണ്ട് ഒരു വൈശ്യ സ്ത്രീയായിരുന്നു ധൃതരാഷ്ട്രരെ പരിചരിച്ചിരുന്നത്. അക്കൊല്ലം അദ്ദേഹത്തിൽ നിന്ന് അവൾക്ക് ജനിച്ച പുത്രനാണ് യുൽസു എന്ന് പറയുന്ന പുത്രൻ. അതാണ്. ആ ക്ഷണം സ്വീകരിച്ചു. യുധിഷ്ഠിരൻ അയാളെ സസന്തോഷം കയ്യേറ്റു. നീ വഴിക്കാണ് ധൃതരാഷ്ട്രക്കുള്ള പിണ്ഡവും വംശവും നിലനിൽക്കാൻ പോകുന്നതെന്ന് ആശീർവദിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോന്നു. ക്ഷത്രിയന്മാർ പാണ്ഡവരുടെ ഗുരുഭക്തിയെയും ജ്ഞാതിവാത്സല്യത്തെയും സൗഹൃദത്തെയും എല്ലാം എടുത്തു വാഴ്ത്തി. മ്ലേച്ഛന്മാരും ആര്യന്മാരുമായി അവിടെ വന്നു കൂടിയവരിൽ പാണ്ഡവരുടെ ഈ നടപടി കണ്ടവരും കേട്ടവരുമെല്ലാം തൊണ്ടയിടറി കരഞ്ഞുപോയി. 10 ദിവസത്തെ കൊടുമ്പിരി കൊണ്ട യുദ്ധത്തിന് ശേഷം 10ാം ദിവസം സൂര്യാസ്തമയത്തിന് മുമ്പ് ശിഖണ്ഡിയെ പുരസ്കരിച്ച് യുദ്ധം ചെയ്തിരുന്ന അർജുനനാൽ ഭീഷ്മർ തേരിൽ നിന്ന് വീഴിക്കപ്പെട്ടു. അദ്ദേഹം ദേഹത്തിൽ നിറയെ തറഞ്ഞു നിൽക്കുന്ന അമ്പുകളിന്മേൽ നിലം തൊടാതെ കിടപ്പായി. കൗരവരും പാണ്ഡവരും മറ്റ് ക്ഷത്രിയരുമെല്ലാം ദുഃഖിതരായി യുദ്ധം നിർത്തി ബന്ധുക്കളുടെ നിലയിൽ അദ്ദേഹത്തെ ചൂഴ്ന്നു. അദ്ദേഹം സ്വച്ഛന്ത മൃത്യുവാണല്ലോ. അപ്പോൾ ശിഖണ്ഡിയെ മുൻനിർത്തി ഇതിന് മുമ്പ് ഒരു ദിവസം, ഇപ്പോൾ ആദ്യത്തെ ദിവസം ചെന്നപ്പോൾ വഴി പറഞ്ഞു കൊടുത്തില്ലെങ്കിലും 9ാം ദിവസം രാത്രി അവർ പടകുടീരത്തിൽ നിന്ന് കൂട്ടായി പോയി. നമ്മൾ ഭീഷ്മപർവത്തിൽ അത് പഠിക്കുന്നുണ്ട്. കൂട്ടായി ചെന്നിട്ട് ഭീഷ്മരോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, അങ്ങയെ കൊല്ലാൻ എന്താണ് വഴി എന്ന്. എനിക്ക് രാജ്യം ഭരിക്കണമെന്ന് കൊതിയുണ്ട്, അങ്ങയെ കൊല്ലാൻ എന്താണ് വഴി എന്ന് ഭീഷ്മരോട് ചോദിക്കുന്നുണ്ട് യുധിഷ്ഠിരൻ. അപ്പോൾ ഭീഷ്മർ പറയുന്നുണ്ട്, ശൂരനാം അർജുനൻ ആവതല്ലേതുമേ, ഓർമ്മയുണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്നാണ് പറയുന്നത്. ആ ഭീഷ്മപർവത്തിൽ ശൂരനായ അർജുനനെ കൊണ്ട് എന്നെ കൊല്ലാൻ സാധിക്കില്ല. അതുകൊണ്ട് ദ്രുപദപുത്രനായ ശിഖണ്ഡിയെ മുൻനിർത്തി നിങ്ങൾ നാളെ തൂമയോട് അർജുനൻ എന്നോട് എതിർക്കുമ്പോൾ നിങ്ങൾ ശിഖണ്ഡിയെ മുൻനിർത്തി എന്നോട് യുദ്ധം ചെയ്യണം. അപ്പോൾ ഞാൻ പോർക്കളം തന്നിൽ ഞാൻ നാളെ വീണിടുവൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ വഴി കണ്ടുപിടിച്ചു. അതിൻ്റെ തലേന്ന് തന്നെ, ഈ വീഴ്ത്തുന്നതിൻ്റെ തലേന്ന് തന്നെ 9ാം ദിവസം തന്നെ അതിൻ്റെ വഴി കണ്ടുപിടിച്ചു. 10ാം ദിവസം ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്തു. ഭീഷ്മർ ശരശയ്യയിൽ വീണു. സ്വച്ഛന്ദമൃത്യുവായ അദ്ദേഹം ദക്ഷിണായനം കഴിയുവോളം ആ നിലയിൽ തന്നെ കിടക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന് അവിടെ വേണ്ടുന്ന രക്ഷയും സ്വാസ്ഥ്യവും ഏർപ്പെടുത്തപ്പെട്ടു. പിറ്റേന്ന് രാവിലെയും അവരെല്ലാവരും അദ്ദേഹത്തെ ചെന്ന് വന്ദിച്ചു. ഭീഷ്മർ ആ കിടപ്പിൽ കിടന്ന് എൻ്റെ അവസാനത്തോടു കൂടിയെങ്കിലും ഈ കലഹം തീരട്ടെ എന്ന് നിഷ്ഫലമായി കെഞ്ചി. ഇരുപക്ഷക്കാരും പിരിഞ്ഞുപോയി. ഭീഷ്മർ ഉഗ്രവ്രതവും ഉത്കട വ്യായാമവുമായ ദീർഘജീവിതത്തിന് ശേഷം നിത്യവിശ്രാന്തി കാത്ത് കണ്ണടച്ചു കിടന്നു. ആ സമയത്ത് പുരുഷർഭകനായ കർണൻ ഭീഷ്മരുടെ വധത്തിൽ അല്പം നടുക്കത്തോടുകൂടി അങ്ങോട്ട് തിടുക്കപ്പെട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു. കണ്ണീർ തടഞ്ഞിടർന്ന തൊണ്ടയുമായി പറഞ്ഞു, കുരുശ്രേഷ്ഠ, രാധേയനാണ് ഞാൻ. എന്നും അങ്ങയുടെ കൺമുമ്പിൽ ഇരുന്നവനും ഒരു കുറ്റവും ചെയ്യാതെ അങ്ങയുടെ ദ്വേഷത്തിന് പാത്രമായവനും. എന്നും കർണനെ ഭീഷ്മർ ചീത്ത പറയുമായിരുന്നു, പ്രത്യേകിച്ചും ആൾക്കാരുടെ മുമ്പിൽ. കുറച്ച് പേര് കൂടുന്ന സ്ഥലത്ത് കർണനെ കണ്ടാൽ ഉടനെ തന്നെ ഭീഷ്മർ അദ്ദേഹത്തിനെ സൂതകുലജാതനെന്നും ഒക്കെ പറഞ്ഞിട്ട് കളിയാക്കും. അദ്ദേഹത്തിൻ്റെ വർഗത്തെ പറഞ്ഞിട്ടും ഒക്കെ അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടിരിക്കും. ഭീഷ്മർ പണിപ്പെട്ട് കൺമിഴിച്ച് സ്നേഹാർദ്രമായി നോക്കി. കാവൽ നിൽക്കുന്നവരെ അകറ്റി അച്ഛൻ മകനെ എന്ന പോലെ കർണനെ ഒറ്റ കൈകൊണ്ട് കൈപ്പിടിച്ചുരിയാടി. വരൂ വരൂ എൻ്റെ എതിരാളി, എനിക്ക് നിന്നോട് കിടമത്സരമാണ്. നീ ഇപ്പോൾ വന്നില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും നിനക്ക് ശ്രേയസ് ഉണ്ടാകാതെ പോകുമായിരുന്നു. നീ രാധേയനല്ല, കൗന്ദേയനാണ്. നാരദനും വ്യാസനും കൃഷ്ണനും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഉണ്ണി, ഞാൻ സത്യം പറയുന്നു, എനിക്ക് നിന്നോട് ഒരു ദ്വേഷവുമില്ല. നിന്റെ ഉശിരടക്കി നിർത്താൻ വേണ്ടി ഞാൻ നിന്നെ ശകാരിച്ചു പോന്നു എന്നേ ഉള്ളൂ.
നീ കാരണമില്ലാതെ പാണ്ഡവരോട് പകവയ്ക്കുന്നുണ്ടെന്ന് കണ്ടു. കുലകലഹം കൂടാതെ കഴിപ്പാനാണ് ഞാൻ അങ്ങനെ ചെയ്തിരുന്നത്. ശത്രുക്കൾക്ക് പൊറുക്കരുതാത്ത നിന്റെ യുദ്ധവീര്യവും ബ്രാഹ്മണ ഭക്തിയും ശൗര്യവും പരമമായ ദാനശീലവുമെല്ലാം എനിക്കറിയാം. അമരോപമ, ദേവതുല്യനായിട്ടുള്ളവനെ എന്നാണ്. മനുഷ്യരിൽ നിന്റെ കിടയ്ക്ക് ഒരാളുമില്ല. അസ്ത്രവിദ്യയിലെല്ലാം നീ അർജുനനോടും മഹാത്മാവായ കൃഷ്ണനോടും തുല്യനാണ്. മുമ്പ് ഞാൻ നിന്നോട് കാണിച്ചു പോന്ന ദേഷ്യം ഇന്ന് തീർന്നു. പൗരുഷം കൊണ്ട് ദൈവത്തെ കവച്ചു കിടക്കാനാവതല്ല. നീ നിന്റെ ഉടപ്പിറപ്പുകളായ പാണ്ഡവരോട് ചേരൂ. അതാണ് എനിക്കിഷ്ടം. അങ്ങനെ ഞാൻ മുഖേന ഈ വൈരം അവസാനിക്കട്ടെ. ഭൂമിയിൽ രാജാക്കന്മാരെല്ലാം നിരാമയരാകട്ടെ. കർണൻ പറഞ്ഞു, മഹാപ്രാജ്ഞോ, എനിക്കറിയാം അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ കുന്തിപ്പെറ്റവനാണെന്നും അവർ എന്നെ വലിച്ചെറിഞ്ഞ് സൂതനെടുത്ത് വളർത്തിയവനാണെന്നും. എന്നാൽ ഇത്രയും കാലം ദുര്യോധനൻ്റെ ഐശ്വര്യം ഭുജിച്ചിട്ട് ഇന്ന് അതിനെ പാഴാക്കുവാൻ ഞാൻ ആളല്ല. എനിക്കുള്ള സ്വത്തും ശരീരവും ശ്രേഷ്ഠമായ കീർത്തിയുമെല്ലാം ഞാൻ ദുര്യോധനന് വേണ്ടി ഒഴിഞ്ഞു വച്ചിരിക്കുന്നു. ദുര്യോധനു വേണ്ടിയാണ് ഞാൻ പാണ്ഡവരോട് പകവയ്ക്കുന്നത്. പൗരുഷം കൊണ്ട് ദൈവത്തെ തിരിച്ചുവിടുവാൻ ആരാലാവും? പിതാമഹ, ഭൂമി ആകെ നശിക്കാൻ പോകുന്ന ലക്ഷണങ്ങൾ ഉള്ളതായി നിങ്ങളൊക്കെ കാണുകയും പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ. പാണ്ഡവരെയും കൃഷ്ണനെയും ആരും ജയിക്കാൻ പോകുന്നില്ലെന്നും എനിക്കറിയാം. എന്നാലും ഞാൻ അവരോട് നേരിടും. അതിന് അങ്ങ് കനിഞ്ഞ് അനുവദിക്കുമാറാകണം. അങ്ങയുടെ അനുമതിയോടുകൂടി വേണം യുദ്ധം ചെയ്യുവാൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്രോധം കൊണ്ടോ ചാപല്യം കൊണ്ടോ ഞാൻ മറുത്തു പറഞ്ഞതും പ്രവർത്തിച്ചതുമെല്ലാം ക്ഷമിക്കുമാറാകണം. ഈ വൈരം വെടിയാൻ വയ്യെങ്കിൽ ഭീഷ്മർ പറഞ്ഞു, കർണ, നീ സ്വർഗകാമനായി യുദ്ധം ചെയ്തു കൊള്ളുക. ഞാൻ സമ്മതിക്കുന്നു. പകയില്ലാതെ, ക്രോധമില്ലാതെ, സജ്ജനവൃത്തി അനുസരിച്ച് കഴിവ് പോലെയും ഉത്സാഹം പോലെയും ക്ഷത്രിയൻ്റെ വേല ചെയ്തു കൊള്ളുക. നീ ആഗ്രഹിച്ചത് നേടുമാറാവുക. ക്ഷത്രിയധർമ്മം കൊണ്ട് നേടിയ ലോകങ്ങൾ അണയുമാറാവുക. ക്ഷത്രിയന് യുദ്ധത്തേക്കാൾ മുന്തിയൊരു ധർമ്മമില്ല. ഈ കലഹം ഒതുക്കാൻ വേണ്ടി ഞാൻ വളരെ വളരെ കാലം പണിപ്പെട്ടു. സാധിച്ചില്ല. ധർമ്മമുള്ളയിടത്തേ ജയമുള്ളൂ. കർണൻ വീണ്ടും ആ കുരുവൃദ്ധനെ അഭിവാദ്യം ചെയ്ത് വിടവാങ്ങി തേരിലേറി ദുര്യോധനൻ്റെ അടുക്കലേക്ക് പോയി. ഈ രണ്ട് അഭിവാദ്യങ്ങളെ, ആദ്യം യുദ്ധത്തിന് മുമ്പ് ധർമ്മപുത്രർ ചെയ്ത അഭിവാദ്യത്തെയും യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ധർമ്മപുത്രർ ചെയ്ത അഭിവാദ്യത്തെയും ഭീഷ്മർ ശരശയ്യയിലായതിനു ശേഷം ഭീഷ്മർ വീണു എന്നറിഞ്ഞ് ദുഃഖത്തോടു കൂടി ഓടി വന്ന് കർണൻ ചെയ്യുന്ന അഭിവാദ്യത്തെയും താരതമ്യപ്പെടുത്തുകയാണ് കുട്ടിക്കൃഷ്ണന്മാർ. ഭീഷ്മാദികളുടെ അടുക്കലുണ്ടായ യുധിഷ്ഠിരൻ്റെ ഉദാത്തമായ വിനയാനുഷ്ഠാനം അദ്ദേഹത്തിൻ്റെ പിഴപറ്റാത്ത ധർമ്മബോധത്തെ ഉദാഹരിക്കുന്നു. ഏതവസ്ഥയിലും സ്വന്തം നിലപാടിൽ നിന്നിളകാതെ തന്നെ ഗുരുജനങ്ങളെ അഭിവന്ദിക്കാം. അത് ചെയ്യുന്നത് അപരിഹാര്യമായ ധർമ്മവുമാണ്. അത് ചെയ്തില്ലെങ്കിലോ പൂജ്യ വ്യതിക്രമം ശ്രേയസിനെ പ്രതിബന്ധിക്കും. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാതിരിക്കുക എന്നുള്ളത് ശ്രേയസിനെ പ്രതിബന്ധിക്കും. ഇതാണ് ഭീഷ്മാദികൾ നീ വന്നില്ലെങ്കിൽ ഞാൻ ശപിച്ചേനെ എന്ന് പറഞ്ഞതിനർത്ഥം. അവർ മനഃപൂർവ്വം ശ്രേയസ് കെടുത്താൻ ഇച്ഛിക്കുമെന്നല്ല, അനിവാര്യമായി ശ്രേയോഹാനി വരുമായിരുന്നു എന്നാണ്. ഭീഷ്മർ കർണനോട് പറഞ്ഞതും അതുതന്നെയാണ്. ഈ ധർമ്മം സ്പഷ്ടമാണെങ്കിലും കർണനോട് ഇങ്ങനെ പറഞ്ഞു, യതിമാം ന അഭിഗച്ഛേഥ ന തേ ശ്രേയോ ഭവേത് ധ്രുവം എന്നാണ്. എന്നെ നീ സമീപിച്ചില്ലായിരുന്നെങ്കിൽ നിനക്കൊരിക്കലും ശ്രേയസ് ഉണ്ടാവുമായിരുന്നില്ല, ഐശ്വര്യം ഉണ്ടാവുമായിരുന്നില്ല. ഈ ധർമ്മം സ്പഷ്ടമാണെങ്കിലും ആ ഗുരുജനങ്ങളോട് തന്നെ എതിരിടേണ്ടി വരുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ മിക്കവർക്കും അത് അനുഷ്ഠിപ്പാൻ തോന്നാറില്ല. കാരണം തൻ്റെ എതിർവശത്ത് നിൽക്കുന്നത് ഗുരുവാണെങ്കിൽ പോലും ശത്രുവാണ് എന്ന് വിചാരിച്ചിട്ട് ഇത്തരം വന്ദനത്തിനൊന്നും ആരും തയ്യാറാകാറില്ല എന്നാണ്. താൻ അപരാധിയല്ലെന്ന ദൃഢബോധമുള്ളവർക്കേ അത് തോന്നും. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അപ്പുറത്ത് നിൽക്കുന്ന തൻ്റെ ഗുരുവാണ്, പക്ഷെ തൻ്റെ ശത്രുപക്ഷത്താണ്. വന്ദിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണല്ലോ എന്ന് വിചാരിക്കുന്നവർക്ക് മാത്രമേ അത്തരം ഒരു പ്രവൃത്തി ചെയ്യാൻ തോന്നൂ എന്നാണ്. അങ്ങനെ ഒരാൾ അത് അനുഷ്ഠിക്കുമ്പോൾ അതിനെ അഭിനന്ദിപ്പാനും സാധാരണക്കാർക്ക് സാധിക്കില്ല. നേരെ മറിച്ച് ഇത്തരം ധർമാനുഷ്ഠാനം സ്വജനങ്ങളാൽ അവിവേകമെന്ന് ആക്ഷേപിക്കപ്പെടുകയും എതിരാളികളാൽ ദൗർബല്യമെന്ന് അപഹസിക്കപ്പെടുകയും ചെയ്യുക എന്നത് അതിൻ്റെ വിധിയാണ്. അതുകൊണ്ടാണ് ധർമ്മപുത്രൻ അങ്ങോട്ട് പോയപ്പോൾ സ്വന്തം ആൾക്കാരൊക്കെ പറഞ്ഞു, ഇയാൾ എന്തിനാണ് നീ പോകുന്നതെന്ന് ചോദിച്ചു. അതുപോലെ തന്നെ ശത്രുക്കൾ പറഞ്ഞു, ഇയാൾ ദുർബലനാണ്, അതുകൊണ്ടാണ് ഇയാൾ പാഞ്ഞു വന്നിട്ട് ഇവിടെ കാരുണ്യം അഭ്യർത്ഥിക്കാൻ വരുന്നതാണെന്ന് പറഞ്ഞത്. സ്വസഹോദരന്മാരുടെ തട്ടിക്കേറ്റത്തെയും കുരുപക്ഷക്കാരുടെ കൂക്കിവിളിയെയും രണ്ടിനെയും ഗണിക്കാതെ മുന്നോട്ട്
നടന്നു പോകുന്ന യുധിഷ്ഠിരൻ്റെ ആ യാത്ര കൊണ്ട് കവി ധർമ്മത്തിൻ്റെ പതറാത്ത ഗതിയെ സുവ്യക്തമായി ചിത്രീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ധർമാനുഷ്ഠാനത്തിൻ്റെ സുപരിണാമം വെളിപ്പെടുത്തുമ്പോൾ അത് പ്രാകൃതരും അപരിഷ്കൃതരുമായ എല്ലാത്തരം ആളുകളുടെയും ഹൃദയം അലിയിച്ചു കൊള്ളുമെന്നും കവിയുടെ ഉദാഹരിച്ചിരിക്കുന്നു. യുത്സുവിനെ സ്വന്തം പക്ഷത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ അദ്ദേഹത്തിലൂടെ കൗരവ പട അല്ലെങ്കിൽ കൗരവരുടെ മഹത്വം നിലനിൽക്കുമെന്ന് ആശംസിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ധർമ്മപുത്രർ ചെയ്തത് ആ ജ്ഞാതികളോടുള്ള വല്ലാത്തൊരു അടുപ്പമാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതിൻ ഫലമായി യുധിഷ്ഠിരൻ എതിർപക്ഷത്തിൽ നിന്ന് സ്വപക്ഷത്തിലേക്ക് കിട്ടിയ യുത്സു വിലയേറിയ ധർമ്മ വിജയത്തിൻ്റെ ഒരു ലഘു സൂചനയത്രേ. കൂട്ടത്തിൽ കൃഷ്ണൻ കർണൻ്റെ അടുക്കൽ ചെന്ന് സഹായപ്രാർത്ഥന ചെയ്തതിൻ്റെ ഔചിത്യവും നിരൂപണാർഹമാണ്. പ്രത്യക്ഷത്തിൽ മർമ്മഭേദകമായൊരു പരിഹാസ പ്രയോഗമാണത്. അന്ന് ദൗത്യം കഴിഞ്ഞ് മടങ്ങുമ്പോൾ തന്നെ കൃഷ്ണനോട് കർണൻ തീർത്തു പറഞ്ഞതാണ് താൻ മഹോപകാരിയായ ദുര്യോധനെ ആപത്തടുത്ത ഘട്ടത്തിൽ കൈയൊഴിയുകയില്ലെന്ന്. ഭഗവത്ദൂതിൽ നമ്മൾ കണ്ടാണ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ദുര്യോധനെ ഉപേക്ഷിച്ച് വരില്ല എന്ന് കർണൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്. എന്നിട്ട് വീണ്ടും കൃഷ്ണൻ ചെന്ന് സഹായം അഭ്യർത്ഥിച്ചു. അതാണ്. എന്നിട്ടിപ്പോൾ ആ ആപത്ഘട്ടം നേരിട്ടപ്പോൾ അയാൾ ദുര്യോധനു വേണ്ടി ഒന്നും ചെയ്യാൻ നിവർത്തിയില്ലെന്ന് വന്നിരിക്കുകയാണല്ലോ. കാരണം ഭീഷ്മർ പടയിലുണ്ടെങ്കിൽ താൻ യുദ്ധത്തിന് നിൽക്കില്ല എന്നാണ് കർണൻ പറഞ്ഞിരിക്കുന്നത്. ഭീഷ്മർ മരിക്കുന്നതുവരെ ആയുധമെടുക്കുന്നില്ലെന്ന് സ്വയം പ്രതിജ്ഞ മൂലം ആ ദയനീയമായ അവസ്ഥാപരിണാമതിയുടെ നേർക്കുള്ള പരിഹാസം മാത്രമാണിതെന്ന് പ്രത്യക്ഷത്തിൽ തോന്നും. എന്നാൽ അതായത് നീ ഇപ്പോൾ ആയുധമൊന്നും എടുക്കാൻ നിൽക്കുകയില്ലേ, നീ ദുര്യോധനെ എങ്ങനെ സഹായിക്കാനാണ്, അതുകൊണ്ട് നീ വാ ഞങ്ങളുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്ന ഒരു പരിഹാസമാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ അത്രമാത്രമാണോ അതിലുള്ളത്? യുധിഷ്ഠിരൻ തുടങ്ങി വെച്ച ധർമാനുഷ്ഠാനത്തിൻ്റെ പരിപൂരണം കൂടി ഭഗവാൻ അതിൽ ഉൾച്ചേർത്തിട്ടില്ലേ? യുധിഷ്ഠിരൻ ഭീഷ്മാദികളോടെന്ന പോലെ തൻ്റെ ജ്യേഷ്ഠ സഹോദരനായ കർണനോടും അഭിവാദനപൂർവ്വം ആശീർപ്രാർത്ഥന ചെയ്യേണ്ടതാണല്ലോ. തൻ്റെ ജ്യേഷ്ഠനാണല്ലോ കർണൻ. അദ്ദേഹത്തോടും തൻ്റെ ആശിസ് അല്ലെങ്കിൽ താൻ വന്ദനം അറിയിക്കേണ്ടതാണല്ലോ. പക്ഷെ അദ്ദേഹത്തിൽ നിന്ന് ആ ഗുരുത്വം അറിഞ്ഞുകൂടാ. ഇപ്പോഴൊഴിഞ്ഞുപോയാൽ അപകടവുമുണ്ട്. അതുകൊണ്ട് ഭഗവാൻ തന്നെ യുധിഷ്ഠിരൻ്റെ പ്രതിനിധിയായി ഭംഗ്യന്തരേണ ആ കൗന്ദേയ ജ്യേഷ്ഠനോട് ആശീർപ്രാർത്ഥന ചെയ്തതാവണം ഇത്. ഒരുപക്ഷെ ഇവരെ പ്രതിനിധിയായിട്ട് കൃഷ്ണൻ തന്നെ അദ്ദേഹത്തിനോട് ചെന്ന് തങ്ങളുടെ വന്ദനം അറിയിച്ചതായിരിക്കാം. കാരണം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ യുധിഷ്ഠിരൻ പിന്നെ യുദ്ധമേ ചെയ്യില്ല. കർണനാണ് കർണൻ തൻ്റെ ജ്യേഷ്ഠനാണെന്നറിഞ്ഞാൽ ആ നിമിഷം യുധിഷ്ഠിരൻ യുദ്ധം നിർത്തും. അത് പറയാനും പാടില്ല. അപ്പോൾ അതുകൊണ്ട് കൃഷ്ണൻ നേരിട്ട് ഇടപെട്ടതായിരിക്കാം എന്നാണ് മാരാർ പറയുന്നത്. അങ്ങനെ ധർമ്മോത്സുകന്മാരായ ബഹുമാന്യമായ ഒന്നാണ് യുധിഷ്ഠിരൻ്റെ ഗുരൂപസർപ്പണം. എന്നാൽ അതിനേക്കാൾ തുലവും ബഹുമാന്യമത്രേ കർണൻ്റെ ഭീഷ്മോപസർപ്പണം. യുധിഷ്ഠിരനറിയാം ഭീഷ്മാദികൾ കൗരവപക്ഷത്താണ് യുദ്ധം ചെയ്യുന്നതെങ്കിലും അവരുടെ കൂറ് മുഴുവൻ തന്നോടാണെന്ന്. കൂറുള്ള ഗുരുജനങ്ങളുടെ അടുക്കൽ വിനയം അനുഷ്ഠിക്കുന്നത് എപ്പോഴും എവിടെ വെച്ചായാലും ധർമ്മബോധമുള്ള ആർക്കും എളുപ്പമാണ്. അതായത് യുധിഷ്ഠിരനറിയാം ഭീഷ്മർക്ക് തന്നോട് വലിയ അടുപ്പമുണ്ട്, യുദ്ധം ചെയ്യുന്നത് അവർക്ക് വേണ്ടിയാണെങ്കിലും. അതുകൊണ്ട് ഭീഷ്മോപസർപ്പണത്തിന് ഒരു തരത്തിലും യുധിഷ്ഠിരൻ വിഷമിക്കേണ്ടതില്ല. യുധിഷ്ഠിരന് ഒരു ബുദ്ധിമുട്ടും തോന്നണ്ട. കാരണം ഭീഷ്മരുടെ മനസ്സ് യുധിഷ്ഠിരനെ അറിയാം. അതാണ്. എപ്പോൾ എവിടെ വെച്ചായാലും ധർമ്മബോധമുള്ള ആർക്കും എളുപ്പമാണ്, അഭിമാനവഹവുമാണ്. നേരെ മറിച്ച് കർണൻ്റെ നേർക്ക് ഭീഷ്മർ അന്നോളം ഒരു കൂറും കാണിച്ചിട്ടില്ല. തരം കിട്ടുമ്പോഴൊക്കെ അത് ധാരാളം കിട്ടിയിരുന്നു താനും. കൂറില്ലായ്മ നന്നായി കാണിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഒരാളുടെ അടുക്കൽ താൻ വിനയം അനുഷ്ഠിക്കേണ്ടതുണ്ടെന്ന് ഒരാൾക്ക് തോന്നുവാനേ വിഷമമുണ്ട്. തന്നോട് ഏറ്റവും കൂടുതൽ ശത്രുത പുലർത്തുന്ന ഭീഷ്മരുടെ മുമ്പിൽ ചെന്ന് വിനയം അനുഷ്ഠിക്കുകയും വന്ദിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനും, പ്രത്യേകിച്ച് ഭീഷ്മരെ പോലെ ഒരാളിൻ്റെ മുമ്പിൽ ചെന്ന് താൻ പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഒരു മനുഷ്യനും പറ്റുന്നതല്ല. പക്ഷെ കർണൻ അത് ചെയ്തു. അതാണ് തന്നോട് വിരോധമാണ് എന്ന് ഉറപ്പുള്ള ഒരാളിൻ്റെ മുമ്പിൽ അയാൾ വീണ് കിടക്കുന്നത് കണ്ടിട്ട് അത്യധികമായ ദുഃഖത്തോടു കൂടി ചെന്ന് അദ്ദേഹത്തെ വന്ദിക്കാൻ കർണൻ തയ്യാറായി എന്നാണ്. തന്നെ കണ്ടാൽ ആ ഗുരുജനം പണ്ടെപ്പോഴും എന്ന പോലെ തേജോവധം ചെയ്താലോ, അതനുസരിച്ച് താൻ അങ്ങോട്ടും പെരുമാറിപ്പോയാലോ, ഗുരുത്വത്തിന് പുറപ്പെട്ടിട്ട് അതൊരു ദുഷ്പരിണിതിക്കിടയാക്കുന്നതിലും ഭേദം ആ ഗുരുത്വം വേണ്ടെന്ന് വെക്കുകയാണ് നല്ലത് എന്ന് വിചാരിക്കാം കർണന്. കാരണം കണ്ടു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ കർണനെ ചീത്ത പറയും, ഭീഷ്മരെ കളിയാക്കും, നിന്ദിക്കും. അപ്പോൾ തിരിച്ച് കർണനും എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമല്ലോ. അപ്പോൾ അത് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു കർണന്. പക്ഷെ അതൊന്നും ചെയ്തില്ല കർണൻ. അതാണ് ഇത്തരം വിപരീത അനുഭവം കർണന് അപരിചിതവുമായിരുന്നില്ല. എന്നിട്ടും സർവാസ്ത്ര സിദ്ധിക്ക് വേണ്ടി പരശുരാമൻ്റെ ശിഷ്യനായിരുന്നിട്ട് ശുശ്രൂഷാതിശയം മൂലം ആ പഠിച്ച വിദ്യയെല്ലാം വേണ്ട സമയത്ത് ഉപയോഗപ്പെടാതെ പോട്ടെ എന്ന ശാപമാണല്ലോ അദ്ദേഹത്തിന് നേരത്തെ കിട്ടിയിട്ടുള്ളത്. എന്തായാലും
കർണൻ ഭീഷ്മരെ കാണേണ്ട എന്ന് വെച്ചില്ല. അദ്ദേഹം അപ്പോഴും തന്നെ തേജോവധം ചെയ്യുവാനാണ് ഭാവമെങ്കിൽ അത് പലരും കേൾക്കെ കൂടുതൽ ദുസ്സഹമാകുമാറ് വേണ്ട. താൻ ഒറ്റയ്ക്ക് കേട്ട് സഹിച്ചാൽ മതി എന്ന് വെച്ചാകാം ആളൊഴിഞ്ഞ സമയം നോക്കി ചെന്നത്. ഇതാലോചിച്ച് തീർച്ചപ്പെടുത്തുവാൻ കുറേ നേരം വേണ്ടി വന്നതുകൊണ്ടാവാം ആ സന്ദർശനം പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെച്ചത്. നന്നായിട്ട് ആലോചിച്ച് കാണും, ഞാൻ ഇനി അവിടെ ചെല്ലുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്, എന്നെ നാണം കെടുത്തോ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് പാവം ഒരു ദിവസം മുഴുവൻ കാത്തിരുന്നിട്ട് പിറ്റേ ദിവസമാണ് ഭീഷ്മരെ കാണാൻ വേണ്ടിയിട്ട് കർണൻ ചെല്ലുന്നത്. വീണ്ടും ചുഴിഞ്ഞു നോക്കുമ്പോൾ യുധിഷ്ഠിരൻ്റെ ആ അനുഷ്ഠാനത്തിനൊരു പ്രദർശനത്തിൻ്റെ പുറം പകിട്ടുണ്ട്. അദ്ദേഹം അത് ഉദ്ദേശിച്ചിരുന്നില്ലെങ്കിൽ കൂടി എന്നല്ല, ഭീഷ്മാദികളിൽ നിന്ന് ജയാശീർവാദം വാങ്ങുകയും അപ്പഴുതിലൂടെ അവരെ ജയിപ്പാനുള്ള വഴി അവരിൽ നിന്ന് തന്നെ കേൾക്കുകയും ചെയ്യുക എന്ന ഉപായ സ്പർശത്താൽ അത് ഉത്തമ കൊടിയിൽ പെടുന്നില്ല. യുധിഷ്ഠിരൻ അവിടെ ചെന്ന് വന്ദിക്കുക മാത്രമല്ല ചെയ്തത്, അങ്ങേ എങ്ങനെ കൊല്ലണം എന്നും കൂടെ പറഞ്ഞു തരണേ എന്നും കൂടാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ അവിടെ ഒരു സ്വാർത്ഥം കിടപ്പുണ്ട്, ഒരു ഉപായം കിടപ്പുണ്ട്, സ്വാർത്ഥോപായം. അതൊന്നും കർണനില്ല. കർണന് ഒരു ഗുണവുമില്ല ഭീഷ്മരെ കൊണ്ട്. അതാണ് ഇന്ന് വരെ ദോഷമേ ഉണ്ടായിട്ടുമുള്ളൂ, എന്നിട്ടും കർണൻ പോയി എന്നാണ്. കർണൻ്റേതിൽ ആ പ്രദർശനശായി തെല്ലുമില്ല, ഉത്തമത്തെ കെടുത്തുന്ന യാതൊന്നുമില്ല. കർണൻ്റെ ഈ മനസ്സിതയ്ക്കൊത്തവണ്ണം ഭീഷ്മരും കർണനോട് ഉള്ളഴിഞ്ഞു പെരുമാറി. യുധിഷ്ഠിരൻ ജയോപായം പറഞ്ഞു കൊടുക്കുന്നതിൽ അദ്ദേഹം വൈമനസ്യം കാണിച്ചു. കർണനോടാകട്ടെ അച്ഛൻ മകനെ എന്ന പോലെ എന്ന് കവി ഊമിച്ചിരുന്നില്ലെങ്കിൽ പോലും സുവ്യക്തമായ പിതൃവാത്സല്യത്തോടു കൂടി താൻ അതേവരെ തേജോവധം ചെയ്തു പോന്നതിനെയെല്ലാം പരിഹാരമാമാറ് പ്രശംസിച്ച് സംസാരിച്ചു. അത് കേട്ട് കർണൻ തീർച്ചയായും ആശ്വസിച്ചിരിക്കണം. തനിക്ക് ജീവിതകാലത്ത് ചുരുക്കമായി മാത്രം കൈവന്ന വാത്സല്യ ബഹുമതികളിൽ ഏറ്റവും വിലപ്പെട്ടത് മഹാരഥനായ ദേവവ്രതൻ്റെ ആ ഒറ്റ കൈകൊണ്ടുള്ള ആശ്ലേഷവും ആ പ്രശംസോപദേശങ്ങളുമാണെന്ന് അദ്ദേഹത്തിന് അവസാനം തോന്നിയിട്ടുണ്ടായിരിക്കണം. കാരണം താൻ ഇന്ന് വരെ പരിഹാസങ്ങൾ മാത്രം കേട്ട് വളർന്നവനാണ്. തനിക്ക് കിട്ടിയ അഭിനന്ദനങ്ങളിൽ ഏറ്റവും വലുതായിട്ട് കർണൻ ഒരുപക്ഷെ ഭീഷ്മരുടെ ഈ സ്നേഹവും അഭിനന്ദനവും തോന്നിയിട്ടുണ്ടായിരിക്കണം. എങ്കിലും കുരുവൃദ്ധൻ ഒടുക്കം ചെയ്ത സദ്യുപദേശത്തെ അയാൾക്ക് അനുസരിപ്പാൻ സാധിച്ചില്ല. ഏത് കാരണം കൊണ്ട് ഭീഷ്മർ താൻ കൗരവപക്ഷത്തിന് വേണ്ടി വീഴുവോളം യുദ്ധം ചെയ്തുവോ അതേ അർത്ഥബന്ധം കൊണ്ട് തനിക്കും അത് ചെയ്യാതിരിപ്പാൻ നിവർത്തിയില്ലെന്ന് വിനീതമായി വ്യക്തമാക്കി. ഭീഷ്മർ അതിനെ അറിഞ്ഞ് അഭിനന്ദിക്കുകയും കർണന് വീരമംഗളം ആശംസിക്കുകയും ചെയ്തു. അങ്ങനെ ആരോട് മത്സരിച്ച് അദ്ദേഹം വീഴുവോളം താൻ യുദ്ധം ചെയ്യില്ലെന്ന് വെച്ചുവോ ആ ഭീഷ്മരോട് വിനയാവതനായി അനുഗ്രഹം വാങ്ങിയിട്ടാണ് കർണൻ പിന്നെ യുദ്ധത്തിനൊരുങ്ങിയത്. കർണൻ്റെ സുഹൃതങ്ങളിലൊന്നാണത്. അതായത് കർണൻ ആരുള്ളത് കൊണ്ടാണോ താൻ യുദ്ധം ചെയ്യില്ല എന്ന് തീരുമാനിച്ചത്, അതേ കർണൻ തന്നെ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിയതിന് ശേഷമാണ് യുദ്ധത്തിന് തയ്യാറായത്. സാഹിത്യ നിരൂപണ ഭാഷയിൽ ചുരുക്കി പറഞ്ഞാൽ നേർക്കുനേരെ കയർത്തു നിൽക്കുന്ന ആ രണ്ട് സൈന്യനിരയുടെ നടുക്ക് വെച്ച് നടന്ന ഒന്നാം രംഗത്തിലെ രൂപോജ്വലത കൂടുമെങ്കിലും അതിലേക്കാൾ ഭാവോത്കൃഷ്ടത ഈ രണ്ടാം രംഗത്തിലാണുള്ളത്. ആരുമില്ലാതെ ഏകാന്തതയിൽ കർണൻ നടത്തിയ ഈ വന്ദനത്തിനാണ് ഏറ്റവും ഭാവോത്കൃഷ്ടതയുള്ളത് എന്നാണ് മാരാർ പറയുന്നത്. മറ്റേതിന് ഗൂഢലക്ഷ്യങ്ങളുണ്ടായിരുന്നു, ഉപായങ്ങളുണ്ടായിരുന്നു. താൻ എങ്ങനെ ജയിക്കണമെന്ന് അറിയണമായിരുന്നു. അതിനാണ് ധർമ്മപുത്രർ അവിടെ ചെന്നത്. ഭീഷ്മരെ ജയിക്കാനുള്ള വഴിയും കൂടെ അദ്ദേഹം അതിൻ്റെ കൂട്ടത്തിൽ ചോദിച്ചറിഞ്ഞു. അതേസമയം കർണൻ ഇങ്ങനത്തെ യാതൊരു ലക്ഷ്യവുമില്ല എന്ന് മാത്രമല്ല, ജീവിതകാലത്ത് ഒരിക്കൽ പോലും ഭീഷ്മർ കർണനെ അഭിനന്ദിക്കുകയോ അദ്ദേഹത്തിനെ ആശംസിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് അദ്ദേഹത്തിന് ഗുണം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല, അപമാനിക്കുകയല്ലാതെ. എന്നിട്ടും കർണൻ ഏകനായി പോയതിൻ്റെ കാരണമുണ്ട്. കൂട്ടത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കും. അപ്പോൾ ഏകനായി ചെന്ന് ആലോചിച്ച് ഉറപ്പിച്ച് ചെന്ന് അദ്ദേഹത്തെ വന്ദിച്ചു, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും വാങ്ങി. അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് കുട്ടിക്കൃഷ്ണ മാരാർ ഈ ലേഖനത്തിൽ പറയുന്നത്. രണ്ട് അഭിവാദ്യങ്ങളുടെയും വ്യത്യാസത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്ത ലേഖനം സഹോദരന്മാർ തമ്മിലെന്നാണ് ചോദ്യം. ഇതിൻ്റെ സഹോദരന്മാർ തമ്മിലെന്ന് പറഞ്ഞ ലേഖനത്തിലൂടെ പറയാം കേട്ടോ ഇതിൻ്റെ ചോദ്യവും.